സുരേഷ് ഗോപിയെ ട്രോളുമ്പോഴും സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ എലിഭ്യരാകുന്നത് ആരാണ്? ഈ CPM-കാർ തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം തന്നെയാണ്. നമസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചാ വിഷയം. സുരേഷ് ഗോപിയെ ട്രോളാൻ കിട്ടുന്ന അവസരമൊന്നും തന്നെ ഇടത് സൈബർ സഖാക്കളും അതുപോലെ വലത് സൈബർ സഖാക്കളും പാഴാക്കില്ല നമുക്കറിയാം. തൃശൂരിൽ BJPക്ക് ചരിത്ര വിജയം നേടി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ പിന്തുടർന്ന് വേട്ടയാടാൻ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് വലത് മുന്നണിയും എപ്പോഴുമുണ്ട്. തൃശൂരിൽ വൻതോതിൽ വോട്ട് ചേർത്തു, വലിയ തരത്തിലുള്ള വോട്ട് തട്ടിപ്പ് നടത്തി, അങ്ങനെയാണ് വിജയിച്ചത്. ഇതൊക്കെയാണ് ഇടത് വലത് നേതാക്കന്മാർ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ സമഗ്രമായ പ്രശ്നങ്ങൾ, പൊതുവായ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നടത്തിയ ഒരു ഇടപെടലാണ് കലുങ്ക് സംവാദം. അത് തൃശൂർ മണ്ഡലത്തിന്റെ, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഇത്തരം സംവാദങ്ങൾ നടത്തി അതിലൂടെ ഉരുത്തിരിയുന്ന പുതിയ പുതിയ ആശയങ്ങൾ, പുത്തൻ ആവശ്യങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാനുള്ള ചില നീക്കങ്ങളാണ്. ഈ സംവാദം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെക്കാൾ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും കലുങ്ക് സംവാദത്തിൽ പ്രാധാന്യം കൊടുക്കുക. അതായത് ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ വികസനം അല്ലെങ്കിൽ പൊതുവായ വികസനം, അംഗൻവാടികൾ, അതുപോലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ ഒരു സ്ഥലത്ത് ഉണ്ടാകേണ്ട കെട്ടിടങ്ങൾ, ഒരു സ്ഥലത്തെ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷ്യമാണ് ഈ കലുങ്ക് സംവാദത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷെ സംഭവിച്ചെന്താണ്? ചേർപ്പിൽ നടന്ന ആ കലുങ്ക് സംവാദം, ആ സംവാദത്തിൽ കൊച്ചുവേലായുധൻ ഒരു അപേക്ഷ കൊടുക്കുന്നു. സ്വാഭാവികമായും ആ അപേക്ഷ വാങ്ങിക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം വാങ്ങിച്ചില്ല, അതൊരു കൈപ്പിഴയാണെന്ന് അടുത്ത ദിവസം അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഒരു വീട് വച്ച് നൽകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ലൈഫ് പദ്ധതിയിലൂടെ ഒരു വീട് നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. സുരേഷ് ഗോപി ആ ആവശ്യം നിരാകരിച്ചു, അല്ലെങ്കിൽ ആ പറയുന്ന നിവേദനം സ്വീകരിക്കുന്നത് നിരാകരിച്ചു. അതിന്റെ അടുത്ത മണിക്കൂറിൽ തന്നെ CPM ഇടപെടുന്നു. സ്ഥലം MLA ആ വീട്ടിലേക്ക് എത്തുന്നു. പാർട്ടി വീട് വെച്ച് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു MLA ഉണ്ടെന്നും കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകാൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടെന്നും, അല്ലെങ്കിൽ അത് പാർട്ടി ഏറ്റെടുക്കുമെന്നും ഒക്കെ തെളിയിക്കാൻ സുരേഷ് ഗോപിയുടെ ഒരു പ്രവൃത്തി വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ ട്രോളുമ്പോഴും സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ എലിഭ്യരാകുന്നത് ആരാണ്? ഈ CPM-കാർ തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം തന്നെയാണ്. കാരണം കേരളത്തിൽ CPM ഭരിക്കുമ്പോൾ, പിണറായി തുടർച്ചയായ 9ാം വർഷം അല്ലെങ്കിൽ 10ാം വർഷം ഭരിക്കുമ്പോഴാണ് ഒരു കൊച്ചുവേലായുധൻ എന്ന ഒരു മനുഷ്യന് തൊഴുത്തിൽ മാസങ്ങളായി കഴിയേണ്ടി വന്നത്. അവിടെ ഒരു MLA ഉണ്ട്, അവിടെ ഒരു പഞ്ചായത്തുണ്ട്, അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഒരു മന്ത്രിയുണ്ട് തൃശ്ശൂരിൽ. ആ മന്ത്രിയുണ്ട്, ഒരു സർക്കാരുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ കണ്ടില്ല? അപ്പോൾ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ ട്രോളുക എന്നുള്ളത് സ്വയം ട്രോൾ ഏറ്റുവാങ്ങുക എന്നതിന് സമാനമാണ്. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുടയിലും കലുങ്ക് സംവാദം നടന്നു. ആ സംവാദത്തിൽ ഒരു വയോധികയോട് സുരേഷ് ഗോപി സംസാരിച്ച രീതിയാണ് വലിയ ട്രോളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കരിവന്നൂർ വിഷയം, കരിവന്നൂരിലെ പണം തിരികെ പിടിച്ചു നൽകും എന്ന് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു പോലും. കഴിഞ്ഞ ദിവസം കരിവന്നൂരിലെ പണം എനിക്ക് ലഭ്യമാക്കി തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, നിങ്ങളത് പറയേണ്ടത് മുഖ്യമന്ത്രിയോടാണ്, കേന്ദ്രമന്ത്രിയോടല്ല. നിങ്ങൾ മുഖ്യമന്ത്രിയെ ഞാൻ എങ്ങനെ കാണാനാണ്? എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടുകൂടാ? കേരളത്തിലെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ, ഒരു വയോധിക പറയുകയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിനേക്കാൾ വലിയ അപമാനം കേരളത്തിലെ സർക്കാരിനുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു സാധാരണക്കാരനെ കാണാൻ പറ്റില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു അമ്മ പറയുകയാണ്. അപ്പോൾ അവിടെയും തിരിച്ചടി ആർക്കാണ് കിട്ടിയത്? സുരേഷ് ഗോപിയെ നിങ്ങൾ ട്രോളിക്കോളൂ, പക്ഷെ ഇതിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്? കരിവന്നൂർ വിഷയത്തിലെ ED പിടിച്ചെടുത്ത വസ്തുവകകൾ, പണം, അത് സർക്കാരിന് കൈമാറാൻ അല്ലെങ്കിൽ സഹകരണ വകുപ്പിന് കൈമാറാൻ തയ്യാറാണ്. അത് ഏറ്റുവാങ്ങാൻ സർക്കാർ തയ്യാറാകണം, സഹകരണ വകുപ്പ് തയ്യാറാകണം. ഏറ്റുവാങ്ങിയ ശേഷം ഈ നിക്ഷേപ തുക നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം, സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇതാണ്
സുരേഷ് ഗോപി പറയുന്നത്. പക്ഷെ സുരേഷ് ഗോപി പറയുന്നതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും സുരേഷ് ഗോപിയുടെ വാക്കുകളും ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായ വിരോധം മാത്രമാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും വ്യക്തിഹത്യ ചെയ്യുക, എന്തെല്ലാം കഥകൾ, എന്തെല്ലാം ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു. പക്ഷേ തൃശ്ശൂരിലെ ജനത ഒന്നടങ്കം സുരേഷ് ഗോപിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. BJP തൃശ്ശൂരിൽ വിജയിച്ചു എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ CPM-നും CPI-ക്കും കോൺഗ്രസിനും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഉള്ളിലുള്ള ആ വിരോധം, ആ വ്യക്തിവിരോധം അതിങ്ങനെ തികട്ടി വരികയും ഏതെങ്കിലും വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ അതിൽ പിടിച്ച് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുന്നു.